Hello, English learners. Thank you so much for joining. Welcome back to the classes. In the General English next class. Today is very important class. Today is day 28 of our course. നമ്മുടെ കോഴ്സിൻ്റെ 28ാമത്തെ ദിവസമാണ്. And for General English it's day 11. Okay. So നമ്മൾ കഴിഞ്ഞ 10 ക്ലാസ്സുകൾ ജനറൽ ഇംഗ്ലീഷിൽ നമ്മൾ വിവിധ കാര്യങ്ങൾ ജനറൽ ഇംഗ്ലീഷിൽ നമ്മൾ പഠിപ്പിക്കുന്നത് എന്തിനാണ്? ബേസിക് ലെവൽ മുതൽ ഇംഗ്ലീഷിൻ്റെ ബേസിക് സ്ട്രക്ചേഴ്സ് ഒന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല സർ ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞു വരുന്ന ആളുകൾക്ക് തുടക്കം മുതൽ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബേസിക് ജനറൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ ചെയ്യുന്നത്. സോ നമ്മൾ വിവിധ കാര്യങ്ങൾ ജനറൽ ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞു. ഇനി ഇപ്പോൾ നമ്മൾ ഒരു വേർബിൻ്റെ ബേസ് ഫോം എന്തിന് യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ പാസ്റ്റ് ഫോം എന്തിന് യൂസ് ചെയ്യാൻ പറ്റും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്തിന് യൂസ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് നമ്മൾ ട്രൈ ചെയ്തു. നമ്മൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കി, തെറ്റുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസസ് കറക്റ്റ് ചെയ്ത് നോക്കി, അല്ലേ? ഇങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ നമ്മൾ ചെയ്തു. ഓരോ ക്ലാസ്സിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ എന്തുണ്ടായിരിക്കും, ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ട്സ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ക്ലാസ്സിൽ പറയുന്ന മെയിൻ പോയിന്റ്സ് ഒക്കെ അതിലുണ്ടായിരിക്കും. അതുപോലെ ആ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്ന ഒരുപാട് സംഭവങ്ങളും ആ നോട്ട്സിൽ ഉണ്ടായിരിക്കും. സോ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ജനറൽ ഇംഗ്ലീഷും അതേപോലെ സ്പോക്കൺ ഇംഗ്ലീഷും പഠിച്ചു പോകാവുന്ന ഒരു ചാനലാണ്. സോ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താഴെ എന്തെങ്കിലുമൊക്കെ ഒരു കോമൻറ്റ് ഇട്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. സോ ഇന്ന് നമ്മൾ ജനറൽ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു ഒരു വേർബ് ഫോമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമ്മൾ വേർബിന് മെയിനായിട്ടുള്ള ചില ഫോംസ് ഒക്കെ പഠിച്ചതിൽ ഇനി ഒരു ഫോം മാത്രമേ ബാക്കിയുള്ളൂ. അതാരാണ്? PP ഫോം എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നൊക്കെ നമ്മൾ വിളിക്കാറുള്ള ഒരു ഫോം കൂടി നമുക്ക് ബാക്കിയുണ്ട്. സോ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും അതുപോലെ അതിനോട് കോമ്പിനേഷനായിട്ട് ചില ഓക്സിലറി വേർബ്സും യൂസ് ചെയ്യുമ്പോൾ എന്ത് മീനിങ് ആണ് കിട്ടുക എന്നുള്ളത് ആണ് നമ്മൾ നോക്കുന്നതും അതുപോലെ അതിൻ്റെ ചില എക്സസൈസുകളാണ് നോക്കുന്നത്. സോ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്ന ആളുകൾക്കൊരു ഇനി അറിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ ഐ ബട്ടണിൽ നമ്മുടെ പ്ലേലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡേ 1 മുതലുള്ള ക്ലാസ്സുകൾ അതിലുണ്ടായിരിക്കും. സോ ഇത് അറിയാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, ആ ഡേ 1 മുതലുള്ള ക്ലാസ്സുകൾ കണ്ടു വരുമ്പോൾ എന്താണ് വേർബ്, എന്താണ് ഓക്സിലറി വേർബ്, എന്താണ് അതിൻ്റെയൊക്കെ ഫങ്ഷൻ എന്താണ് എന്നുള്ളതൊക്കെ വളരെ മലയാളത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആർക്കും മനസ്സിലാക്കാവുന്ന രൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടുവരിക. അത്യാവശ്യം ബേസിക് ലെവൽ കാര്യങ്ങൾ അറിയുന്ന ആളുകൾക്ക്, ഇതൊക്കെ അറിയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം, അറിയാത്ത ആളുകൾക്ക് പഠിച്ചു പോവാം. ഓക്കെ. സോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നമ്മൾ എവിടെയെല്ലാം യൂസ് ചെയ്യുമെന്ന് നോക്കാം, അല്ലേ? സോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിന് നമുക്ക് ഒരു രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വേർബിൻ്റെ ഏതെങ്കിലും ഒരു ഫോമിൻ്റെ കൂടെ നമ്മൾ ഏതെങ്കിലും ഓക്സിലറി വേർബിൻ്റെയും കൂടി കോമ്പിനേഷൻ യൂസ് ചെയ്യും. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് നമുക്കൊരു മീനിങ് കിട്ടുക, അല്ലേ? അപ്പോൾ ചില വേർബ് ഫോംസ് ഡയറക്റ്റ് ആയിട്ടും യൂസ് ചെയ്യാം, ചിലത് ഓക്സിലറി വേർബിനോട് കൂട്ടിയാണ് യൂസ് ചെയ്യുക. സോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഈ രണ്ട് ഓക്സിലറി വേർബ്സിനോട് കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുക. സോ ഹാസും ഹാവും ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും കൂടി ചേരുമ്പോൾ സാധാരണ രീതിയിൽ ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറയുകയാണ്, പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട്. മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ളൊരു മീനിങ് ആണ് കിട്ടുക. നമ്മൾ മലയാളത്തിനായിട്ട് കമ്പയർ ചെയ്ത് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ പെട്ടെന്ന് മനസ്സിലാവാനാണ്. അതായത് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ എപ്പോഴാണ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം, ഇപ്പം ഞാൻ കുടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പോയിട്ടുണ്ട് എന്നൊക്കെ പറയില്ലേ. ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചോളൂ, അല്ലേ? ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയില്ല. അല്ലെങ്കിൽ ആ മൂവി ഞാൻ 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയില്ലേ. സോ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഏത് ഫോം ഓഫ് ദി വേർബാണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വേർബാണ്. സോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ നേരത്തെ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഗോ എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ഗോൺ എന്നാണ്, അല്ലേ? അല്ലെങ്കിൽ സ്ലീപ്പിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സ്ലെപ്റ്റ് എന്നാണ്, അല്ലേ? അല്ലെങ്കിൽ റൈറ്റ് എഴുതുക എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ റിട്ടൺ എന്നാണ്, അല്ലേ? അല്ലെങ്കിൽ ഈറ്റ് എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈറ്റൺ എന്നാണ്. സീ എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ
സീൻ എന്നാണ്. ഇങ്ങനെയുള്ള ആ ഒരു ഫോം ഉണ്ടല്ലോ. അപ്പോൾ സോ എന്ന് പറയുന്നത് അതിൻ്റെ പാസ്റ്റ് ഫോമാണ്. പിന്നെ സീൻ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. സീയിങ് എന്ന് പറയുന്നത് അതിൻ്റെ ING ഫോമാണ്. സോ ഇങ്ങനെയുള്ള ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം യൂസ് ചെയ്തിട്ടാണ് ഇത്തരം, അതായത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാം. ഇനി ഇവിടെ എന്തിനാണ് ഹാസ്, ഹാവ് രണ്ടെണ്ണം ഉണ്ട്. ഇത് രണ്ടും ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് രണ്ടിനും ഒരേ യൂസേജ് ആണ്. പക്ഷെ ഒന്ന് സിംഗുലറിൻ്റെ കൂടെ, ഏതാണ് സിംഗുലറിൻ്റെ കൂടെ? ഈ എസ് ഉള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റും. സോ ഹാസ് സിംഗുലറിൻ്റെ കൂടെ, ഹാവ് പ്ലൂറൽ, അതുപോലെ ഐ ഒക്കെ വരുമ്പോൾ, ഹാവ് ഐ വരുമ്പോഴും ഐ, പിന്നെ വി പ്ലൂറലാണ്, യു, ദേ, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ സ്റ്റുഡൻസ്, ഇങ്ങനെ പ്ലൂറൽ സബ്ജക്റ്റുകളെ കൂടെയാണ് ആര് യൂസ് ചെയ്യുക? ഹാവ് യൂസ് ചെയ്യുക. ഹാസ് സിംഗുലറിൻ്റെ കൂടെ ഹി, ഷീ, അല്ലെങ്കിൽ രമ്യ, അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് അത് യൂസ് ചെയ്യുക. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഹാസും ഹാവും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വേർബും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് മീനിങ് കിട്ടുക? ചെയ്തിട്ടുണ്ട് എന്ന മീനിങ് ആണ് കിട്ടുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ, I have paid the bill. I have paid the bill എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ബില്ല് കൊടുത്തിട്ടുണ്ട്. I have paid the bill. ഞാൻ ബില്ല് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇനി കഴിച്ചു കഴിഞ്ഞാൽ നേരെ പോയാൽ മതി, ബില്ല് കൊടുക്കണ്ടെന്ന് അർത്ഥം അല്ലേ? സോ I have paid the bill. അല്ലെങ്കിൽ she has started a business. അവള് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ they have finished the project. സോ ഇവിടെയൊക്കെ നോക്കൂ, I have paid the bill. ഞാൻ ബില്ല് എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ്? കൊടുത്തിട്ടുണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ചെയ്തിട്ടുണ്ട് എന്ന മീനിങ് ആണ് കിട്ടുക. ഏത് കോമ്പിനേഷൻ യൂസ് ചെയ്യുമ്പോൾ? ഹാവ് പ്ലസ് പാസ്റ്റ്. ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പേ എന്ന് പറയുന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. സോ ഹാവ് പ്ലസ് പെയ്ഡ് ആയി കഴിഞ്ഞാൽ അതെന്തായി? കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് പെയ്ഡ് ദ ബിൽ. ഞാൻ ബില്ല് പേ ചെയ്തിട്ടുണ്ട്. ഷീ ഹാസ് സ്റ്റാർട്ടഡ് എ ബിസിനസ്. അപ്പോൾ ഇവിടെയും ഹാസ് പ്ലസ് സ്റ്റാർട്ട് എന്ന് പറയുന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണത്. ഹാസിൻ്റെയും ഹാവിൻ്റെയും ഒക്കെ ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അവൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ദേ ഹാവ് ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ്. അവർ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, അതിൻ്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്തത്. ഷീ വന്നപ്പോൾ ഹാസ് യൂസ് ചെയ്തു, ദേ വന്നപ്പോൾ ഹാവ് യൂസ് ചെയ്തു. എല്ലാത്തിനും അതിന് ശേഷം പറയുന്ന ഈ കാര്യം, പെയ്ഡ്, സ്റ്റാർട്ടഡ്, ഫിനിഷ്ഡ്, ഇതൊക്കെ ആ കാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന് മീനിങ് ലഭിക്കുക. സോ ഈ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് എന്ന സ്ട്രക്ചറിൽ നമ്മൾ പറയുന്ന സെൻറ്റൻസുകളൊക്കെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ ഏത് യൂസ് ചെയ്യണം? ഹാസോ അല്ലെങ്കിൽ ഹാവോ, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമോ യൂസ് ചെയ്യണം. സോ ഇതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിൻ്റെ ഒരു യൂസേജ്. പിന്നെ ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ചില സെൻറ്റൻസുകളിൽ ഇതുപോലെയുള്ള മെയിൻ വേർബ് ഇല്ലാത്ത സിറ്റുവേഷൻ വരും. അതെപ്പോഴാണ്? ഇതില്ലാത്തൊരു സിറ്റുവേഷൻ എപ്പോഴാണ് വരിക? അതായത് ഇപ്പം അവന് 2 കാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വയനാട് ഒരു റിസോർട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ശരിക്കും എന്തില്ല? അപ്പോൾ അവന് 2 കാറുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ആക്ഷനെ കുറിച്ച് പറയുന്നില്ല, ഒരു പ്രവൃത്തി അതിലില്ല അല്ലേ? നമ്മൾ പറയുന്നത് എന്താണ്? ഒരു സാധനം നമ്മൾക്ക് ഉണ്ട്, നമ്മുടെ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ നമ്മുടെ പൊസഷനിൽ അല്ലെങ്കിൽ നമ്മുടെ അണ്ടറിലുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? സോ അത്തരം സിറ്റുവേഷനിൽ മെയിൻ വേർബ് ഉണ്ടാവില്ല, പക്ഷേ അവിടെയും നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് അത് പറയാം. അതായത് വേർബ് ഉണ്ടെങ്കിൽ, വേർബ് ഞാനത് ഇവിടെ എഴുതിടാം. ഇതൊക്കെ നമ്മുടെ നോട്ട്സിൽ ക്ലിയർ ആയിട്ട് പിക്ചർ വരച്ചിട്ട് തന്നെ ഉണ്ട്, ആരും അങ്ങനെ വരച്ചെടുക്കണമെന്നൊന്നുമില്ല. വേർബ് ഉണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആശയം കിട്ടും. ഇനി വേർബ് ഇല്ലാത്ത സെൻറ്റൻസുകളാണെങ്കിൽ ഒരു സാധനം നമ്മളുടെ അടുത്തുണ്ട് എന്ന ആശയം കിട്ടും. ഏത് യൂസ് ചെയ്യുമ്പോൾ? ഈ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ദേ ഹാവ് 2 cars. അവർക്ക് 2 കാറുണ്ട്. സോ ഇതിൽ എന്തില്ല? ഇവിടെ ഈ ഹാവ് തന്നെയാണ് മെയിൻ വേർബായിട്ട് നമ്മൾ കാണുന്നത്, വേറെ വേർബൊന്നുമില്ല ഇതിലല്ലേ. സോ അപ്പോൾ ഇവിടെ എന്തായി? ഈ ഹാവിന് ഉണ്ട് എന്ന മീനിങ് ആയി. നേരെ മറിച്ച് ഇതുപോലെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ആ കാര്യം ചെയ്തിട്ടുണ്ട് എന്ന മീനിങ് ആയി. സോ ചെയ്തിട്ടുണ്ട് എന്ന ആശയം കിട്ടാൻ ഹാവ്, ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി
വേർബ് യൂസ് ചെയ്യണം. ഇനി ഒരു സാധനം ഉണ്ട്, ഒരാളടുത്ത് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കുണ്ട്, അവൾക്കുണ്ട്, അവർക്കുണ്ട് എന്ന് പറയാനാണെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്, സിംപ്ലി അത് മാത്രം യൂസ് ചെയ്താൽ മതി. സോ ഞങ്ങൾക്ക് വയനാട് റിസോർട്ട് ഉണ്ട് എന്നെങ്ങനെ പറയാം, അല്ലെങ്കിൽ അവന് വയനാട് റിസോർട്ട് ഉണ്ട് എന്നെങ്ങനെ പറയാം, ഹീ ഹാസ് എ റിസോർട്ട് അറ്റ് വയനാട്. അപ്പോൾ അവന് വയനാട് ഒരു റിസോർട്ടുണ്ട്. സോ ഹാസ് ഹാവ് മാത്രം യൂസ് ചെയ്യുമ്പോൾ ഉണ്ട് എന്ന മീനിങ് ആണ്. ഹാസും ഹാവും ഒരു വേർബും കൂടി യൂസ് ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള മീനിങ് ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇതുപോലെ 1-2 യൂസേജും കൂടി ഏതിനുണ്ട്, ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ഇതുപോലെ ഇതിനുണ്ട്. സോ നമുക്ക് നോക്കാം. സോ ഇനി ഇതിൻ്റെ നെഗറ്റീവ് ഫോം ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നെഗറ്റീവ് ഫോം ചെയ്യുമ്പോൾ, അതായത് ഐ ഹാവ് പെയ്ഡ് ദ ബിൽ, ഞാൻ ബില്ല് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ നെഗറ്റീവ് എന്താണ്, ബില്ല് കൊടുത്തിട്ടില്ല. ഒരു സെൻറ്റൻസിനെ നമ്മൾ 5 രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനി ഞാൻ പഠിപ്പിക്കില്ല. ഞാൻ നിങ്ങളോട് ഓരോ സെൻറ്റൻസിനെയും 5 ആക്കിക്കോളൂ എന്ന് പറയുള്ളൂ എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ ഈ ക്ലാസ് നിർബന്ധമായിട്ടും ഞാൻ മേലെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ് നിർബന്ധമായിട്ടും കാണുക. ഏത് സെൻറ്റൻസ് കിട്ടിയാലും അതിനെ 5 ഡിഫറെൻറ്റ് ഫോമിലേക്ക്, അതായത് അതിൻ്റെ നെഗറ്റീവ്, 2 യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, അതുപോലെ ഒരു WH ക്വസ്റ്റ്യൻ, ഇത്രയും ഫോമിലേക്ക് മാറ്റാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഇവിടെ ഈ ഹാസ്, ഹാവിൻ്റെ, ഹാഡിൻ്റെ ഒക്കെ നെഗറ്റീവ് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയുന്നത്. ഇപ്പം ഞാൻ ബില്ല് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന അപ്പം അതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ബില്ല് കൊടുത്തിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക, ഹാസിനെയും ഹാവിനെയും ഇങ്ങനെയുള്ള, അതായത് സിറ്റുവേഷനിൽ, ഈ വേർബ് ഉള്ള സിറ്റുവേഷനിൽ നെഗറ്റീവ് ആക്കുന്നതും വേർബ് ഇല്ലാത്ത സെൻറ്റൻസിലുള്ള ഹാസിനെയും ഹാവിനെയും നെഗറ്റീവ് ആക്കുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രത്യേകം. അതായത് വേർബ് ഉള്ള സെൻറ്റൻസിലുള്ള നെഗറ്റീവ്, ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ നെഗറ്റീവ് ചെയ്തിട്ടില്ല എന്നാക്കാൻ ജസ്റ്റ് അവിടെ നോട്ട് ആഡ് ചെയ്താൽ മതി. അതായത് ഐ ഹാവ് നോട്ട് എന്ന് പറയുന്നതിനെയാണ് ഐ ഹാവിൻറ്റ് എന്ന് പറയുന്നത്. സോ ഐ ഹാവിൻറ്റ് പെയ്ഡ് ദ ബിൽ, ഞാൻ ബില്ല് കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഷീ ഹാസൻറ്റ് സ്റ്റാർട്ടഡ് ദ ബിസിനസ് യെറ്റ്, അവൾ ഇപ്പോഴും ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ദേ ഹാവിൻറ്റ് ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ്, അവർ ആ പ്രോജക്റ്റ് ഇപ്പോഴും ഫിനിഷ് ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ഫോം ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഇവിടെ ഇത് നമ്മൾ വേറൊരു കേസാണ്. അതെന്താണ്, വേർബില്ല, മെയിൻ വേർബില്ല, ഈ ഉണ്ട് എന്ന മീനിങ്ങിൽ, സാധനം നമ്മുടെ അടുത്ത് ഉണ്ട് എന്ന മീനിങ്ങിലുള്ളതാണ്. സോ ദേ ഹാവ് 2 കാർസ്, അവർക്ക് 2 കാർ ഉണ്ട്. ഇനി അതിൻ്റെ നെഗറ്റീവ് എന്താണ്, അവർക്ക് 2 കാർ ഇല്ല എന്നാണ്. അതെങ്ങനെയാ പറയാം, ഇവിടെ നമ്മൾ ഹാവിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഇവിടെ ചെയ്തതുപോലെ ഹാവിൻറ്റ് എന്ന് പറയാറില്ല. അത് ഇംഗ്ലീഷിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഈ ഹാവിൻറ്റ് എന്ന് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ശേഷം ഇതുപോലെ ഒരു വേർബ് വരുന്ന സിറ്റുവേഷനിലാണ്. വേർബ് ഇല്ലാതെ അതിന് ശേഷം, ഇത് നൗൺ ആണ് അല്ലേ, കാർ എന്ന് പറയുന്നത് ഒരു സാധനത്തിൻ്റെ പേരല്ലേ, അല്ലെങ്കിൽ റിസോർട്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ പേരല്ല, അതിനാണ് നമ്മൾ നൗൺ എന്ന് പറയുക. സോ അതിനുശേഷം നൗണ് വരുന്ന ഇതേപോലെ മറ്റ് മെയിൻ വേർബുകൾ ഇല്ലാത്ത സിറ്റുവേഷനിൽ അതിനെ നെഗറ്റീവിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ നമ്മൾ പറയാറുള്ളത് സാധാരണ ഹാവിൻ്റെ നെഗറ്റീവായിട്ട് ഡോണ്ട് ഹാവ് എന്നാണ് പറയുക. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് കുറച്ച് ഗ്രാമാറ്റിക്കൽ ഡിസ്കഷനാണ്, നമ്മൾ അതിലേക്ക് പോകണ്ട, ഇങ്ങനെ മനസ്സിലാക്കി വെച്ചോളൂ. അതുപോലെ ഹാസിൻ്റെ നെഗറ്റീവ് ഇവിടെ ഫോം ചെയ്യേണ്ടത് ഡസൻറ്റ് ഹാവ് എന്നാണ്. ഡസൻറ്റ് ഹാവ് എന്നാണ്. സോ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത് എന്താണ്, ഹാസ് ഹാവിനെ നെഗറ്റീവ് ആക്കുമ്പോൾ 2 രീതിയിലുള്ള നെഗറ്റീവ് ആക്കും. അത് ഒരു രീതി എന്താണ്, ഈ ഹാസും ഹാവും ഒരു വേർബും തമ്മിലുള്ള കോമ്പിനേഷനുള്ള സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് ആക്കുന്ന സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി, ഡയറക്റ്റ് അതിൻ്റെ നോട്ട് ചേർത്ത ഫോം, അതായത് ഹാവിൻറ്റ്, ഹാസിൻറ്റ് എന്ന് തന്നെ യൂസ് ചെയ്താൽ മതി. ഇനി ഹാസും ഹാവിനൊക്കെ ശേഷം ഇതുപോലെ മെയിൻ വേർബ് ഇല്ലാതെ ഒരു നൗണാണ് വരുന്നതെങ്കിൽ അവിടെ നെഗറ്റീവ് ഫോം ചെയ്യുമ്പോൾ ഡോൺ ഹാവ് ആണെങ്കിൽ ഡോണ്ട് ഹാവ് എന്നും, ഹാസ് ആണെങ്കിൽ ഡസൻറ്റ് ഹാവ് എന്നുമാണ് പറയുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ദേ ഹാവ് 2 കാർസ് എന്ന് പറയുന്ന സെൻറ്റൻസിനെ നമ്മൾ അവർക്ക് 2 കാർ ഇല്ല എന്ന് പറയണമെങ്കിൽ ദേ ഡോണ്ട് ഹാവ് 2 കാർസ് എന്നാണ് പറയുക. എന്താ പറയുക, ദേ ഡോണ്ട് ഹാവ് 2 കാർസ്, അവർക്ക് 2 കാറില്ല. അല്ലാതെ നമ്മൾ അവിടെ ദേ ഹാവിൻറ്റ് 2 കാർസ് എന്ന് സാധാരണ യൂസ് ചെയ്യാറില്ല. ഓക്കെ. അതേപോലെ ഹീ ഹാസ് എ റിസോർട്ട് അറ്റ് വയനാട്, അവന്
വയനാട്ടിൽ ഒരു റിസോർട്ട് ഉണ്ട്, അവന് വയനാട്ടിൽ റിസോർട്ട് ഇല്ല എന്ന് പറയാൻ നമ്മൾ he doesn't have a resort at വയനാട് അങ്ങനെയാണ് പറയാം. doesn't have, അല്ലാതെ he hasn't a resort at വയനാട് എന്ന് സാധാരണ പറയാറില്ല. അതൊരു ഇംപ്രോപ്പർ യൂസേജ് ആണ്. സോ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിക്കും മനസ്സിലാക്കുക, ഇതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഇതേപോലെ ചെയ്തത് നമ്മുടെ നോട്ട്സിലുണ്ടായിരിക്കും. അതിൻ്റെ ചെയ്തിട്ടുണ്ട് ഉണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നെഗറ്റീവും അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നോ വറീസ്, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ഹാസ് ഹാവിനോട് കമ്പൈൻ ചെയ്തിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് മീനിങ് വേരിയേഷൻസും അതിൻ്റെ എക്സാമ്പിൾസും അതിൻ്റെ നെഗറ്റീവ് ഫോം ചെയ്യുന്ന രീതിയുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അല്ലേ. ഇനി നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഹാസും ഹാവും അല്ലാണ്ട് വേറൊരു ഓക്സിലറി വേർബായിട്ടുള്ള ഹാഡ് കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ, ഹാഡും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് മീനിങ് ആണ് നമുക്ക് കിട്ടുക എന്ന് നോക്കാം. സോ അതിന് ഇപ്പോൾ എൻ്റെ ഒരു മലയാളം കറസ്പോണ്ടിങ് മീനിങ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഒന്നുകിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന മീനിങ്, ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്തിരുന്നു, ഈ രണ്ട് മീനിങ് രണ്ടും ഒന്ന് തന്നെയാണല്ലോ. ചെയ്തപ്പോൾ അവൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതും അവൻ പോയിരുന്നു എന്ന് പറയുന്നതും ഒരേ കാര്യം തന്നെയാണ്. സോ ഏത് രീതിയിലാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ആ രണ്ട് സ്ട്രക്ചർ മലയാളത്തിൽ പറഞ്ഞു എന്നുള്ളൂ. ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്തിരുന്നു എന്ന മീനിങ് ആണ് നമുക്ക് ഏത് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുക, ഹാഡും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുക. സോ ഇവിടെ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ, ഇത്തരം സെൻറ്റൻസുകളിലൊക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിൻ പോയിരുന്നു, അപ്പോൾ അവിടെ ചെയ്തിരുന്നു. ഇപ്പം ഞാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്നും പറയാം, അല്ലെങ്കിൽ ട്രെയിൻ പോയിരുന്നു എന്നും പറയാം. ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണ്. സോ അപ്പോൾ അവിടെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഞാൻ വിളിച്ചപ്പോൾ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വിളിച്ചപ്പോൾ അവൻ ഉറങ്ങിയിരുന്നു. ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ അവരെ ഇൻഫോം ചെയ്തപ്പോഴത്തേക്കും അവർ ബില്ല് കൊടുത്തിരുന്നു അല്ലെങ്കിൽ പൈസ കൊടുത്തിരുന്നു. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഒരു കാര്യം ചെയ്തിരുന്നു, കൊടുത്തിരുന്നു, പോയിരുന്നു, കണ്ടിരുന്നു, അറിഞ്ഞിരുന്നു, വന്നിരുന്നു എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്ട്രക്ചറിലുള്ള മലയാളം സെൻറ്റൻസുകളെ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ നമ്മൾ ഏത് കോമ്പിനേഷനാണ് യൂസ് ചെയ്യുക? ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് യൂസ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ രണ്ട് കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരിക്കും. ഇപ്പം ഞാൻ വിളിച്ചപ്പോൾ അവൻ ഉറങ്ങിയിരുന്നു അല്ലേ, അല്ലെങ്കിൽ അവൾ എത്തിയപ്പോൾ മീറ്റിംഗ് തുടങ്ങിയിരുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉറങ്ങിയിരുന്നു കണ്ടല്ലേ, ചെയ്തിരുന്നു എന്നുള്ള സ്ട്രക്ചറാണ്. തുടങ്ങിയിരുന്നു, ചെയ്തിരുന്നു എന്നുള്ള സ്ട്രക്ചറാണ്. സോ ഇത് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, രണ്ട് പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ഞാൻ വിളിച്ചപ്പോൾ അവൻ ഉറങ്ങിയിരുന്നു. സോ ഇത് രണ്ടും കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഞാൻ വിളിക്കുക എന്ന് പറയുന്ന പ്രവർത്തനവും കഴിഞ്ഞിട്ടുണ്ട്, അവൾ ഉറങ്ങിയിരുന്നു എന്ന് പറയുന്ന ആ സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് പറയുന്നത്. ഞാൻ വേറൊരാളോട് പറയുമായിരിക്കും അല്ലേ, ഞാൻ വിളിച്ചപ്പോൾ അവന് ഉറങ്ങിയിരുന്നു അല്ലേ. സോ ഇങ്ങനെ രണ്ട് കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഇതിൽ ഏതാണോ ആദ്യം നടന്നത് ആ കാര്യമാണ് നമ്മൾ ഏത് യൂസ് ചെയ്ത് പറയാം, ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് പറയാം. അതായത് ഇപ്പം ഇതിൽ ഏതാണ് ആദ്യം നടന്നിട്ടുണ്ടാവുക? ഞാൻ വിളിച്ചപ്പോൾ അവൻ ഉറങ്ങിയിരുന്നു എന്ന് പറയുന്ന ഈ സെൻറ്റൻസിൽ ഏതാണ് ആദ്യം സംഭവിച്ചിട്ടുണ്ടാവുക? അവൻ ഉറങ്ങുക എന്ന് പറയുന്ന പരിപാടിയാണ് ആദ്യം നടന്നിട്ടുള്ളത്. അതിന് ശേഷമാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ. അപ്പോഴല്ലേ ഞാൻ വിളിച്ചപ്പോൾ അവൻ ഉറങ്ങിയിരുന്നു എന്ന് പറയാൻ പറ്റൂ. സോ ഈ അവൻ ഉറങ്ങിയിരുന്നു എന്ന് പറയുന്ന കാര്യമാണ് ആദ്യം നടന്നത്. അതാണ് ഏത് സ്ട്രക്ചറിൽ പറയേണ്ടത്? ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതായത് ഹീ ഹാഡ്, ഹീ ആണ് അല്ലേ ഹാഡ്. ഹാഡിന് പിന്നെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കാനില്ല, ഏതിന് യൂസ് ചെയ്യാം. സോ ഹീ ഹാഡ് ഉറങ്ങിയിരുന്നു, അതിൻ്റെ ഉറങ്ങുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യണം, സ്ലെപ്റ്റ്. സോ ഹീ ഹാഡ് സ്ലെപ്റ്റ്, അവൻ ഉറങ്ങിയിരുന്നു. എപ്പോൾ?
ഞാൻ വിളിച്ചപ്പോൾ, വെൻ ഐ കോൾഡ്. സോ ഇവിടെ നമ്മൾ കോൾഡ് അതിൻ്റെ പാസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യുക, കാരണം അത് പാസ്റ്റിൽ സംഭവിച്ച കാര്യമാണ്. ഇതും പാസ്റ്റിൽ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്, പക്ഷേ ഇത് ചെയ്യുന്നതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഹാഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹീ സ്ലപ്റ്റ് വെൻ ഐ കോൾഡ്, ഞാൻ വിളിച്ചപ്പോൾ അവൻ ഉറങ്ങി എന്നായി പോകും. അപ്പോൾ അല്ലേ, അങ്ങനല്ല അതിൻ്റെ മീനിങ് വരിക. ഹീ സ്ലപ്റ്റ്, അവൻ ഉറങ്ങി വെൻ ഐ കോൾഡ്. അപ്പോൾ നമ്മൾ വിളിച്ചപ്പോൾ ഉറങ്ങുകയാണോ ചെയ്തത്? അല്ല, നമ്മൾ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഉറങ്ങിയിട്ടുണ്ട് അല്ലേ. സോ ആ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഈ ഹാഡ് യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഉദ്ദേശിച്ച കൃത്യമായ മീനിങ് എന്താണ് എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായ ഓക്സിലറി വേർബ് ഫോം കോമ്പിനേഷൻ നമ്മൾ മനസ്സിലാക്കി യൂസ് ചെയ്യാൻ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മീനിങ്ങിൽ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന പ്രശ്നം വരും. സോ ഹി ഹാഡ് സ്ലെപ്റ്റ് വെൻ ഐ കോൾഡ് എന്ന് തന്നെ പറയണം. അപ്പോഴാണ് ഞാൻ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന മീനിങ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് വേണമെങ്കിൽ തിരിച്ചും പറയാം. അപ്പോൾ വെൻ ഐ കോൾഡ് ഹി ഹാഡ് സ്ലെപ്റ്റ് എന്നും പറയാം. ഞാൻ വിളിച്ചപ്പോൾ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെയും പറയാം, അല്ലെങ്കിൽ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചപ്പോൾ അങ്ങനെയും പറയാം. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഒരു യൂണിറ്റാണ്. ഹി ഹാഡ് സ്ലെപ്റ്റ് എന്ന് പറയുന്നത്, വെൻ ഐ കോൾഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ യൂണിറ്റാണ്. അത് ആദ്യം പറയണോ രണ്ടാമത് പറയണോ എന്നുള്ളത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ പറയാം. അപ്പം അവൾ എത്തിയപ്പോൾ മീറ്റിംഗ് തുടങ്ങിയിരുന്നു. അപ്പോൾ അതും നോക്കുക. ഒരു കാര്യം അവൾ അവിടെ എത്തുക എന്നുള്ളതാണ്, മറ്റൊരു കാര്യം മീറ്റിംഗ് തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. ഇതിലേതാണ് ആദ്യം സംഭവിച്ചത്? മീറ്റിംഗ് തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് ആദ്യം സംഭവിച്ചത്. അതിന് ശേഷമാണ് ഇവിടെ എത്തുന്നതെന്ന് അർത്ഥം. അപ്പോഴല്ലേ നമ്മൾ ഇങ്ങനെ പറയുള്ളൂ. അപ്പോൾ ആദ്യം സംഭവിച്ച കാര്യത്തെയാണ് നമ്മൾ ഏത് സ്ട്രക്ചറിൽ പറയേണ്ടത്? ഹാഡ് പ്ലസ് പി പിയിൽ പറയേണ്ടത്. സോ ആദ്യം സംഭവിച്ച കാര്യം മീറ്റിംഗ് തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. സോ ദ മീറ്റിംഗ് എങ്ങനെ പറയാം? ദ മീറ്റിംഗ് ഹാഡ് സ്റ്റാർട്ടഡ് അല്ലേ. മീറ്റിംഗ് ഹാഡ് സ്റ്റാർട്ടഡ് വെൻ she reached there. അവൾ അവിടെ എത്തിയപ്പോൾ മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ തുടങ്ങിയിരുന്നു എന്നൊക്കെ പറയാം. സോ ഇവിടെ നോക്കൂ, രണ്ടാമത് സംഭവിച്ചത്, ലാസ്റ്റ് സംഭവിച്ചത് അവൾ അവിടെ എത്തുക എന്നുള്ളതാണ് രണ്ടാമത് സംഭവിച്ചത്. അത് നമ്മൾ ജസ്റ്റ് റീച്ച്ഡ് സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ മതി. ഇതും അതേപോലെ സിമ്പിൾ പാസ്റ്റിൽ തന്നെ പറഞ്ഞാൽ ശരിയാവില്ല. ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് വെൻ ഷീ റീച്ച്ഡ്. ദ ഹാഡ് സ്റ്റാർട്ടഡ് എന്ന് പറയാതെ വെറുതെ ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ അവൾ അവിടെ എത്തിയപ്പോൾ മീറ്റിംഗ് തുടങ്ങി. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആശയം എന്താണ്? അവൾ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു അല്ലേ. അവൾ അങ്ങോട്ട് എത്തിയപ്പോൾ പിന്നെ മീറ്റിംഗ് അങ്ങോട്ട് തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ആശയം. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. ഇവളവിടെ ലേറ്റായി എത്തി എന്നുള്ളതാണ് ആശയം അല്ലേ. കാരണം എന്താണ്? മീറ്റിംഗ് നേരത്തെ തുടങ്ങിയിരുന്നു ഇവൾ അവിടെ എത്തിയപ്പോൾ തന്നെ. സോ ആ ഒരു ആശയം കേൾക്കുന്നവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് ഏത് സ്ട്രക്ചറിൽ പറയണം? ദ മീറ്റിംഗ് ഹാഡ് സ്റ്റാർട്ടഡ് വെൻ ഷീ റീച്ച്ഡ് ദെയർ. സോ ഇതാണ് ഈ ഒരു ഇനി ഇതുപോലെ ഇതിൻ്റെ നെഗറ്റീവ് ഒന്ന് നോക്കാം. നെഗറ്റീവിന് മുമ്പ് ഇതുപോലെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻ വേർബ് ഇല്ലാത്ത സിറ്റുവേഷൻ വരും. അതെന്താണ്? ഇപ്പം ഇവിടെ ഒരു കാര്യം ഒരു വേർബ് ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്തിരുന്നു. ഇനി പ്രവൃത്തി ഇല്ലാത്ത സെൻറ്റൻസ് വരും. ഇപ്പോൾ ഏതുപോലെ? അപ്പം അവർക്ക് മൂന്നാറിൽ ഒരു ഫാം ഹൗസ് ഉണ്ടായിരുന്നു. എന്താണ്? അവർക്ക് മൂന്നാറിൽ ഒരു ഫാം ഹൗസ് ഉണ്ടായിരുന്നു. സോ അവിടെ നമ്മൾ എന്താ പറയുക? ഒരു പ്രവർത്തനത്തെക്കുറിച്ചല്ല പറയുന്നത് അല്ലേ, ഒരു വസ്തുവിനെ. ഇപ്പോൾ ഫാം ഹൗസ് എന്ന് പറയുന്ന ഒരു വസ്തുവാണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന മീനിങ് വരേണ്ട ആവശ്യമില്ല, കാരണം അതിൽ പ്രവർത്തനം ഇല്ല. പക്ഷെ ഒരു സാധനം അവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഹാവും ഹാസും അവരുടെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നു എന്ന മീനിങ് കിട്ടണം. അതിന് നമുക്ക് ഏത് യൂസ് ചെയ്താൽ മതി? ഈ ഹാഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ത് കിട്ടും? ഉണ്ടായിരുന്നു എന്ന് കിട്ടും. ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് മൂന്നാറിലൊരു ഫാം ഹൗസ് ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാം? They had a farm house at മൂന്നാർ. അവർക്ക് മൂന്നാറിൽ ഒരു ഫാം ഹൗസ് ഉണ്ട്. സോ ഇവിടെ ഈ ഹാഡ് എന്ന് പറയുന്ന സാധനമാണ് ഈ ഉണ്ടായിരുന്നു എന്ന മീനിങ് കൊടുക്കുന്നത്. പക്ഷെ അതിൻ്റെ ശേഷം എന്തില്ല? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം യൂസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഈ സെൻറ്റൻസിൽ എന്തില്ല? പ്രത്യേകിച്ച് വേറൊരു മെയിൻ വേർബ് ഇല്ല. ഇത് തന്നെയാണ് മെയിൻ വേർബ്. ഒരു പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. എനിക്ക് ദുബായിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പറയാം, എനിക്ക് ദുബായിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ഫ്രണ്ട് ഇൻ ദുബായ്.
അല്ലേ? എനിക്ക് ദുബായിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. സോ അവിടെയും നമ്മൾ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നേ പറയുന്നുള്ളൂ. അതിനുശേഷം വേറെ പ്രവർത്തനങ്ങളൊന്നും പറയാത്തത് കൊണ്ട് ഈ മീനിങ് വരില്ല. ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്തിരുന്നു എന്നുള്ള മീനിങ്ങിൻ്റെ കാര്യം ഇതിൽ വരുന്നില്ല. ഇതിൽ ജസ്റ്റ് ഉണ്ടായിരുന്നു, എന്തോ ഒരു വസ്തു, ഒരു സാധനം, ഒരാൾ ഒക്കെ ഒരു നൗൺ അല്ലേ, ഒരു നാമം. അത്തരം സ്ട്രക്ചറും ഇതുപോലെ വരാം. സോ അവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിൻ്റെ ആവശ്യമില്ല, ഹാഡ് മാത്രം യൂസ് ചെയ്താൽ മതി. നമ്മൾ ഹാവ് ഹാസിൽ പറഞ്ഞ അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത ഒരു രീതിയാണത്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ഫോം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ഞാൻ അവിടെ കൊടുക്കാൻ മറന്നു പോയതാണ്. അതായത് നെഗറ്റീവ് നമ്മൾ ഹാസ് ഹാവ് കണ്ടതുപോലെ തന്നെ ഹാഡിൻ്റെ നെഗറ്റീവും രണ്ട് സിറ്റുവേഷനിൽ രണ്ട് രീതിയിലാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. അതായത് മെയിൻ വേർബ് ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഹാഡ് നോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് ഫോമായിട്ട് ഹാഡിൻറ്റ് എന്ന രീതിയിൽ അതിൻ്റെ നെഗറ്റീവ് ഫോം ചെയ്യാം. അതായത് ഷീ ഹാഡിൻ സ്ലെപ്റ്റ് വെൻ ഐ കോൾഡ്, ഞാൻ വിളിച്ചപ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ദേ ഹാഡിൻ സ്റ്റാർട്ടഡ് വെൻ ഐ റീച്ച്ഡ്, ഞാൻ അവിടെ എത്തിയപ്പോൾ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന രീതിയിൽ നമ്മൾ നെഗറ്റീവ് ഫോം ചെയ്യുമ്പോൾ ഹാഡിൻ്റെ നെഗറ്റീവ് നമ്മൾ ഹാസിൻ്റെത് ഫോം ചെയ്തതുപോലെ തന്നെ രണ്ട് വേരിയേഷനിലും രണ്ട് രീതിയിലാണ്. ഇവിടെ നമ്മൾ വിത്ത് വേർബുള്ള സെൻറ്റൻസ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഹാഡിൻറ്റ് അല്ലെങ്കിൽ ഹാഡ് നോട്ട്. ആ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നെഗറ്റീവ് ഫോം ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു കേസ് നമ്മൾ കാണാറുള്ളത് മെയിൻ വേർബ് ഇല്ലാത്ത സെൻറ്റൻസുകൾ. അതായത് ഒരാളുടെ അടുത്ത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരുന്നു എന്നുള്ളത് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന കേസുകൾ. അതായത് ഇപ്പോൾ അവൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് 2 കാർ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരാളുടെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന സിറ്റുവേഷനാണ് ഹാഡ് യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ സിറ്റുവേഷൻ നമ്മൾ കണ്ടത്. സോ അതിൻ്റെ നെഗറ്റീവ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, അവിടെ നമ്മൾ ജസ്റ്റ് നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ പോരാ. അവിടെ അത്തരം സെൻറ്റൻസിലുള്ള ഹാഡിൻ്റെ നെഗറ്റീവ് ഫോം ചെയ്യുന്നത് ഡിഡ് നോട്ട് ഹാവ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഡിഡ് നോട്ട് ഹാവ്, അതിനെ ഷോർട്ടായിട്ട് ഡിഡിൻറ്റ് ഹാവ് എന്ന് പറയാം നമുക്ക്. സോ ആ രീതിയിലാണ് അതിൻ്റെ നെഗറ്റീവ് ഫോം ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, മനസ്സിലാക്കി വെക്കുക. അതിൻ്റെയും ഗ്രാമർ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. സോ നമ്മൾ മെയിൻ വേർബ് ഇല്ലാതെ ഈ ഹാഡിന് ശേഷം ഒരു നൗണ് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നേരത്തെ കണ്ടു. അതിൻ്റെ നെഗറ്റീവ് ഫോം ചെയ്യുന്നത് ഈ രീതിയിലാണ്. അതായത് ഹീ ഡിഡിൻ ഹാവ് എനി ഐഡിയ, അവന് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ദേ ഡിഡിൻ ഹാവ് 2 കാർസ്, അവർക്ക് 2 കാർ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഹീ ഡിഡിൻ ഹാവ് റിസോർട്ട് അറ്റ് മൂന്നാർ, അവന് മൂന്നാറിൽ റിസോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തു, ഒരു നൗൺ ഉണ്ടായിരുന്നില്ല അവർക്ക് എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് പറയുമ്പോൾ ഡിഡ് നോട്ട് ഹാവ് എന്നാണ് പറയുക. നേരെ മറിച്ച് ഒരു മെയിൻ വേർബ് ഉള്ള സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ ഹാഡിനെ നെഗറ്റീവ് ആക്കാൻ നമ്മൾ ഹാഡിൻറ്റ് എന്ന് പറഞ്ഞാൽ മതി. സോ ഈ 2 വേരിയേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ഹാസിലും ഇതുപോലെ തന്നെ ഡസിൻ ഹാവ് അല്ലെങ്കിൽ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. രണ്ടും മനസ്സിലാക്കുക. സോ ഇതൊക്കെ ഇനി നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ കുറച്ചൊരു 10-20 സെൻറ്റൻസസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞൊക്കെ വരും. ആദ്യം സെൻറ്റൻസ് കറക്റ്റ് വായിച്ചു നോക്കുക. വേർബ് ഉള്ള സെൻറ്റൻസ് ആണോ വേർബ് ഇല്ലാത്ത സെൻറ്റൻസ് ആണോ നോക്കുക. എന്നിട്ട് പിന്നെ ഏത് ഓക്സിലറി വേർബ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ കോമ്പിനേഷൻ യൂസ് ചെയ്ത് പറയേണ്ട മലയാളം സിറ്റുവേഷനാണ് ഇത് എന്ന് നോക്കുക. എന്നിട്ട് അതിനെ കൃത്യമായിട്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതേപോലെ ഒരു സെൻറ്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ നെഗറ്റീവ് ഒന്ന് എഴുതി നോക്കുക. പിന്നെ അത് വെച്ചിട്ട് 2 ടൈപ്പ് ക്വസ്റ്റ്യൻ എഴുതി നോക്കുക. അത് വെച്ചിട്ട് ഒരു എന്താ പറയുക, ഓപ്പൺ എൻഡഡ്, അതായത് എന്താ പറയുക WH ക്വസ്റ്റ്യൻ, അതും ഉണ്ടാക്കി നോക്കുക. ഏത് ഇംഗ്ലീഷ് സെൻറ്റൻസ് കിട്ടിയാലും അതിനെ ഈ പറഞ്ഞ ഫോംസിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളൊരു ശീലമായിരിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു യൂസേജും കൂടി നോക്കാം. വേറൊരു കോമ്പിനേഷൻ, അതായത് വിൽ ഹാവ് എന്ന് പറയുന്ന ഒരു ഓക്സിലറി വേർബും പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും കൂടി കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആശയമാണ് കിട്ടുന്നത് നോക്കാം. അതെന്താണ്, ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറയാനാണ് അത് യൂസ് ചെയ്യുന്നത്. ചെയ്തിട്ടുണ്ടായിരിക്കും എന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി വേർബ് ഇല്ലാതെ പറയുകയാണെങ്കിൽ ഉണ്ടായിരിക്കും എന്നും നമുക്ക്
കിട്ടും. രണ്ടിൻ്റെ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ ഏതാണ് ഓക്സിലറി വെർബ്? ഏതാണ് വെർബ്? ഏതാണ്? വിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. സോ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവൻ നമ്മളെ കണ്ടിട്ടുണ്ടായിരിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ? അല്ലെങ്കിൽ അവരത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നടന്നിട്ടുണ്ടായിരിക്കും എന്ന രീതിയിൽ പറയുന്ന കാര്യത്തെയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്യൂച്ചറിലുള്ളൊരു സമയം പറഞ്ഞിട്ട് നമുക്കത് പറയാം. അപ്പോൾ അടുത്ത മാസത്തോടു കൂടി ഈ പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് ജാനുവരിയിൽ ഞാൻ എൻ്റെ പുതിയ ഓഫീസിൽ വർക്ക് ചെയ്യായിരിക്കും. സോ അവിടെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന രീതിയിലാണ് പറയുന്നത്. ഇനി ഈ ഉണ്ടായിരിക്കും എന്ന് പറയാം. ഇപ്പം അവൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരിക്കും, ഒരുപക്ഷെ അവൻ്റെ അടുത്ത് 2 കാർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ അടുത്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഒരാളടുത്ത് ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല, വേറെ മെയിൻ വേർബ് ഇല്ല ആ സിറ്റുവേഷനിലും, അല്ലെങ്കിൽ വേർബ് ഉണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന സിറ്റുവേഷൻ. അപ്പോൾ അവർ നമ്മളെ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് എങ്ങനെ പറയാം? അവർ, ദേ കണ്ടിട്ടുണ്ടായിരിക്കും. അത് വിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. സോ ദേ വിൽ ഹാവ്. കാണുക എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സീൻ എന്നാണ് അല്ലേ? സോ ദേ വിൽ ഹാവ് സീൻ അസ്, നമ്മളെ. ദേ വിൽ ഹാവ് സീൻ അസ്, അവർ നമ്മളെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ അവനിപ്പോൾ പോയിട്ടുണ്ടായിരിക്കും എന്ന് എങ്ങനെ പറയാം? ഹി വിൽ ഹാവ് ഗോൺ നൗ, അവനിപ്പോൾ പോയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ വി വിൽ ഹാവ് finished the project by next month. അടുത്ത മാസത്തോടു കൂടി നമ്മൾ ഈ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നിടത്ത് ആ ഒരു ആശയം കൊടുക്കുന്ന കോമ്പിനേഷൻ ഏതാണ്? വിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ഇനി അവൻ്റെ അടുത്ത് ഉണ്ടായിരിക്കും, ഈ മീനിങ് കിട്ടുന്നത് എപ്പോഴാണ്? അപ്പോൾ അവൻ്റെ അടുത്ത് ആവശ്യത്തിന് പൈസ ഉണ്ടായിരിക്കും. He will have enough money. He will have enough money. So will have കഴിഞ്ഞിട്ട് പിന്നെ എന്ത് വരുന്നില്ല? ഇവിടുത്തെ പോലെ ഒരു വേർബ് വരുന്നില്ല. അത്തരം സിറ്റുവേഷനിൽ എന്താണ്? ഉണ്ടായിരിക്കും എന്ന മീനിങ് മാത്രമാണ് ഉണ്ടാവുക. സോ അവന് ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടം പോലെ ടൈം ഉണ്ടായിരിക്കും. She will have a lot of time. അല്ലെങ്കിൽ രാഹുലിന് 2 കാർ ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് രാഹുൽ ഒരു കാറിലും അച്ഛനൊരു കാറിലൊക്കെ പോകുന്നുണ്ടല്ലോ. എന്താ സംഭവം? അവർക്ക് 2 കാർ ഉണ്ടായിരിക്കും അല്ലേ? സോ രാഹുൽ വിൽ ഹാവ് 2 cars. സോ അങ്ങനെ ഒന്നുകിൽ ഒരു പ്രവർത്തനത്തെക്കുറിച്ചാണെങ്കിൽ ചെയ്തിട്ടുണ്ടായിരിക്കും, പ്രവർത്തനം പറയുന്നില്ല, ഒരു നൗണാണ് പറയുന്നതെങ്കിൽ ആ സാധനം ഉണ്ടായിരിക്കും. ഈ രീതിയിലാണ് വിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്താലും നമുക്ക് കിട്ടുക. ഇവിടെ നിങ്ങൾ ഇതിൻ്റെ നെഗറ്റീവ് മനസ്സിലാക്കണം. ഇതിൻ്റെ നെഗറ്റീവ് എന്താണ്? വിൽ നോട്ട് ഹാവ് എന്നാണ് ഇതിൻ്റെ നെഗറ്റീവ്. ജസ്റ്റ് നോട്ട് ചേർത്തു എന്നേ ഉള്ളൂ, രണ്ടിനും കൂടി ഇടയിലാണ് നോട്ട് ചേർത്തത്. വിൽ നോട്ട് ഹാവ്, അഥവാ അതിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് വോണ്ട് ഹാവ് എന്ന് യൂസ് ചെയ്യും. വോണ്ട് ഹാവ്. സോ ഇതിൻ്റെ നെഗറ്റീവ് എങ്ങനെ പറയാം? അവർ നമ്മളെ കണ്ടിട്ടുണ്ടായിരിക്കും, അവർ നമ്മളെ കണ്ടിട്ടുണ്ടാവില്ല എന്നെങ്ങനെ പറയാം? ദേ വോണ്ട് ഹാവ് സീൻ അസ്. ദേ വോണ്ട് ഹാവ് സീൻ അസ്, അവർ നമ്മളെ കണ്ടിട്ടുണ്ടാവില്ല. ഹീ വിൽ ഹാവ് ഗോൺ നൗ, അവനിപ്പോൾ പോയിട്ടുണ്ടാവും, അവനിപ്പോൾ പോയിട്ടുണ്ടാവില്ല എന്ന് പറയില്ല എങ്ങനെയാ? ഹീ വോണ്ട് ഹാവ് ഗോൺ നൗ. ഹീ വോണ്ട് ഹാവ് ഗോൺ നൗ. അതുപോലെ നമ്മൾ അടുത്ത മാസത്തോടു കൂടി ഈ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്ത മാസത്തോടെ ഈ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവില്ല, മിക്കവാറും അടുത്ത മാസത്തോടുകൂടി തീരില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ? അത് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളത് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നത് നെഗറ്റീവ് ഫോമാണത്. സോ വി വിൽ നോട്ട് ഹാവ് അല്ലെങ്കിൽ വി വോണ്ട് ഹാവ് ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ് ബൈ നെക്സ്റ്റ് മന്ത്, ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം എന്നർത്ഥം അല്ലേ? അതേപോലെ അവന് ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും, അപ്പോൾ അവന് ആവശ്യത്തിന് പൈസ ഉണ്ടാവില്ല എന്ന് എങ്ങനെ പറയാം? ഹി വോണ്ട് ഹാവ് ഇനഫ് മണി, അവൻ്റെ അടുത്ത് ആവശ്യത്തിന് പൈസ ഉണ്ടാവില്ല, നമ്മൾ കുറച്ച് അയച്ചു കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയില്ലേ? സോ ഹി വോണ്ട് ഹാവ് ഇനഫ് മണി. അതുപോലെ ഷീ വോണ്ട് ഹാവ് എ ലോട്ട് ഓഫ് ടൈം, അല്ലെങ്കിൽ രാഹുൽ വോണ്ട് ഹാവ് 2 cars, അവന് 2 കാറൊന്നും ഉണ്ടാവില്ല അല്ലേ? രാഹുൽ വോണ്ട് ഹാവ് 2 cars. സോ
സോ ഇങ്ങനെ അതിൻ്റെ നെഗറ്റീവും പറയാം. ഞാൻ എപ്പോഴും നെഗറ്റീവ് എങ്കിലും പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ നെഗറ്റീവ് ആക്കാൻ ചില ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇനി ഇതിനെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇന്ന് ആകത്തുക പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറയാം. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിൻ്റെ യൂസേജ് ആണ് നമ്മൾ നോക്കിയത്. സോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം മാത്രം യൂസ് ചെയ്യല്ല ചെയ്യുന്നത്, അതിനെ ചില ഓക്സിലറി വേർബ്സിൻ്റെ കോമ്പിനേഷനിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് മീനിങ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. സോ ആദ്യം നമ്മൾ യൂസ് ചെയ്തത് ഹാസ് ഓർ ഹാവിൻ്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ്. സോ അവിടെ എന്താ മീനിങ് ആണ് കിട്ടിയത്? ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഫിനിഷ് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാനോ, ഇനി വേർബിനെ കുറിച്ചല്ലെങ്കിൽ വേർബ് ഇല്ലാത്ത സെൻറ്റൻസ് ആണെങ്കിൽ ഒരു സാധനം എൻ്റെ അടുത്തുണ്ട് അല്ലെങ്കിൽ അവനുണ്ട്, അവൾക്കുണ്ട് എന്ന് പറയാനോ യൂസ് ചെയ്യാം. അതിൻ്റെ നെഗറ്റീവ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അതെന്തിനു യൂസ് ചെയ്തായിരുന്നു? രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ആദ്യം നടന്ന കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്തിരുന്നു എന്ന് പറയാനും, വേർബിനെ കുറിച്ചല്ലെങ്കിൽ വേർബില്ലാത്ത സെൻറ്റൻസ് ആണെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയാനുമാണ് നമ്മൾ യൂസ് ചെയ്തത്. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിനെ മറ്റൊരു ഓക്സിലറി വേർബുമായി കോമ്പിനേഷൻ ചെയ്തു. എന്തായിരുന്നു? വിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറയാനോ അല്ലെങ്കിൽ ഒരാളുടെ അടുത്തോ ഉണ്ടായിരിക്കും എന്ന് പറയാനുമാണ് യൂസ് ചെയ്യുക. അതിൻ്റെ എക്സാമ്പിൾസ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നു, അതിൻ്റെ നെഗറ്റീവ് ഫോം പറഞ്ഞു തന്നു. സോ നമ്മളിപ്പോൾ ഏകദേശം ഇംഗ്ലീഷിൽ വി ഹാവ് ഓൾറെഡി കവേർഡ് ദ എസെൻഷ്യൽ സ്ട്രക്ചേഴ്സ്. സോ വിത്ത് 10 or 11 classes we covered the essential structures of English, basic structures of English, right? So ഇനി നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് we will have a complete review of the past 4 or 5 classes. നമ്മൾ ആദ്യത്തെ 3-4 ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് പോലെ ഒരു സംഭവം ഒരു ക്ലാസ് ചെയ്തിരുന്നു അല്ലേ? ആ ക്ലാസ്സിന് ശേഷം ചെയ്ത ക്ലാസ്സുകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത 1-2 ക്ലാസ് അതിൻ്റെ ഒരു റിവ്യൂ ക്ലാസ് ആയിരിക്കും. അതായത് ഈ ഒരു 5-6 ടെസ്റ്റിന് ശേഷം നമ്മൾ പഠിച്ച ഈ സ്ട്രക്ചർ, അതായത് ബേസ് ഫോമിൻ്റെ യൂസേജസ്, പാസ്റ്റ് ഫോമിൻ്റെ യൂസേജസ്, ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിൻ്റെ യൂസേജസ്, ING ഫോമിൻ്റെ യൂസേജ്, ഇത് നമ്മൾ സെപ്പറേറ്റ് ക്ലാസ്സുകളായിട്ട് ചെയ്തതാണ്. നന്നായിട്ട് പഠിക്കാനാണ്. നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പോകുന്ന ഒരാൾ നിർബന്ധമായിട്ടും യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ ഫുൾ ക്ലാരിറ്റിയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണത്. അത് നിങ്ങൾ എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് കണ്ടാലും കണ്ട് മനസ്സിലാക്കുക, പഠിക്കുക. നോട്ട്സിലുള്ള എക്സാമ്പിൾസിന് പുറമെ നിങ്ങളുടേതായ എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. ഓരോ സ്ട്രക്ചറിലുള്ള സെൻറ്റൻസിനെയും മറ്റ് 5 രീതിയിലേക്ക് മാറ്റി ഉപയോഗിച്ച് നോക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. സോ ഇതിനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ക്ലാസ് ആയിരിക്കും അടുത്ത ക്ലാസ്. അതെന്തിനാണ്? നമുക്ക് ഇതെവിടെ, അതായത് ഒരു സെൻറ്റൻസ് കണ്ടാൽ അത് ഏത് സ്ട്രക്ചർ യൂസ് ചെയ്യണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയണം. ആ ഒരു സെൻറ്റൻസ് മനസ്സിൽ വരുമ്പോഴത്തേക്കും അത് ഇംഗ്ലീഷിൽ ഇന്ന രീതിയിൽ പറയുന്നതാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. സോ തുടക്കത്തിൽ ഇതുപോലെ നമ്മൾ ആദ്യം മലയാളം സെൻറ്റൻസ് ഒക്കെ ഒന്ന് നോക്കി, എന്നിട്ട് ഇത് ഏത് ചെയ്തിട്ടുണ്ട് എന്നാണോ, ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണോ, ചെയ്യുകയാണെന്നാണോ, ചെയ്യാറുണ്ട് എന്നാണോ ഒക്കെ പറയുന്നത് എന്നൊക്കെ നോക്കി അത് ഞാൻ പഠിച്ച ഇന്ന സംഭവമാണ് എന്ന് മനസ്സിലാക്കി എന്നിട്ട് അതിനെ ഇംഗ്ലീഷിലേക്കാക്കി. ഇങ്ങനെ സ്ലോ ആയിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുക അല്ലേ? പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് പിന്നെ അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ലാതെ ഒരു ആശയം മനസ്സിൽ വരുമ്പോൾ തന്നെ നമുക്കത് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ സാധിക്കും, നമ്മൾ ഈ എക്സസൈസ് കൃത്യമായിട്ട് റെഗുലറായിട്ട് ചെയ്താൽ. So that is how people start to speak English fluently. There is no other shortcuts for this. Please don't believe that there is a shortcut or easy way for speaking English or learning English. Not only English, any language. If you want to use it practically, if you want to use it fluently, you have to learn the basic concepts of that language. Without that, you cannot use it for something useful. നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞങ്ങനെ നടക്കാം എന്നുള്ളതല്ലാതെ if you are in a situation where you have to use it spontaneously without any confusion, without any pauses or delay, what do you have to do? You have to make it a habit of practicing that language, reading it, speaking it, translating sentences to that language, and also sharpening your knowledge, sharpening your skills.
This is what you have to regularly do. So if you follow that language in different aspects for 6 months or 1 year, you guys gonna be experts in that language. That is what people do. You might have seen people speaking English spontaneously, speaking English fluently, and you might have wondered that how people become like this. This is the track record of those people, or this is the the method they practiced in their life to achieve that level. Okay, there is no other shortcuts. So just understand the reality, just accept the reality and get ready to work hard. ഞാൻ പറയാറുണ്ട്, നമ്മുടെ ശരീരത്തിൽ മസിൽ വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ തന്നെ വർക്കൗട്ട് ചെയ്യണം അല്ലേ? നമുക്ക് ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആരെ വേണമെങ്കിലും വെക്കാം. നമ്മുടെ വണ്ടി ഓടിക്കാൻ ഒരാളെ വേണമെങ്കിലും വെക്കാം അല്ലേ? ജിമ്മിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടവൽ എടുത്തു തരാനോ വെള്ളം എടുത്തു തരാനോ അല്ലെങ്കിൽ പ്രോട്ടീൻ ഷേക്ക് തരാനൊക്കെ നമുക്ക് വേറെ വേറെ ആളുകളൊക്കെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ ശരീരത്തിൽ മസിൽ വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ അധ്വാനിക്കണം. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ തന്നെ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. നമ്മൾ തന്നെ കാര്യങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്ത് നമ്മൾ തരുന്ന ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നിങ്ങൾ ഇത് ഇനി എനിക്ക് എൻ്റെ ലൈഫിൽ എവിടെയൊക്കെ യൂസ് ചെയ്യും, ഏതെല്ലാം സ്ട്രക്ചേഴ്സിൽ ഏതെല്ലാം സിറ്റുവേഷൻസിലൊക്കെ ഇതുപോലത്തെ സ്ട്രക്ചേഴ്സ് ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അത്തരം സെൻറ്റൻസുകളെ ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് സെൻറ്റൻസിനെ ഇംഗ്ലീഷിലേക്ക് ആക്കി മാറ്റി പരിശീലിക്കുക. ഓക്കെ, സോ ഇറ്റ് വാസ് എ ക്വിക്ക് ലുക്ക് ഓൺ different variations of past participle form of the verb combined with some most commonly using auxiliary verbs. There are other usages for this past participle form which I have not discussed here, because these are the main or the important usages of past participle form, and we will see the other usages when we progress with the classes. Okay, so see you in the next class. Till then, goodbye.